സി ആർ നീലകണ്ഠൻ അതിന് എന്തായാലും ഇപ്പോൾ DPR ആലയ്ക്കുള്ള CPM ആണ്, അങ്ങനെ ഒന്നുമില്ല. സി ആർ നീലകണ്ഠൻ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച എന്താണ് എല്ലാം ഇനി നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സി ആർ നീലകണ്ഠൻ ഒരു കാര്യം ഉറപ്പാകട്ടെ, നമ്മൾ ഈ പുരോഗമനങ്ങൾ എന്നൊക്കെ പറയുന്നത് വമ്പൻ ഉടായ്പാണ്. നമ്മുടെ ഈ നാട്ടിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതും വോട്ട് കിട്ടുന്നോ ഇല്ലെന്ന് നോക്കുന്നതൊക്കെ മതവും ജാതിയും ഒക്കെ നോക്കി തന്നെ ഒരു തർക്കം അക്കാര്യത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അതങ്ങ് നാണം കെട്ട ചർച്ചയാകുമ്പോൾ നമുക്കും പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. സി ആർ പാലക്കാട്ട് ഏതൊക്കെ മതങ്ങൾ ജീവിക്കുന്ന കൂടുതൽ ജീവിക്കുന്ന സ്ഥലം ഡിനോമിനേഷൻ നോക്കിയാൽ അവിടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കിട്ടി, അവിടെയൊക്കെ UDF വോട്ട് കിട്ടി, വലിയ 18,000 വോട്ട് വലിയ ഭൂരിപക്ഷത്തിൽ അത് ജയിച്ചതും, വയനാട്ടിൽ അതുപോലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചതും 437 പേരുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് CPM-നും പ്രകാശ് മാഷ്ക്കും അറിയാത്തതല്ല. അതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് സെറ്റ് ചെയ്യലാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളം മൊത്തത്തിൽ 13,000 അംഗങ്ങളുള്ളവരെ കൊണ്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാനൊന്നും ഒരു ചുക്കും പറ്റത്തില്ലെന്ന് അറിയാത്തവരുമല്ല CPM. പക്ഷേ ആ പൊളിറ്റിക്കൽ നറേറ്റീവിനെ വളരെ നന്നായി പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രൊപ്പഗണ്ട ആ രീതിയിൽ ചിത്രീകരിക്കാനും CPM-ന് അതിനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പോയി കോൺഗ്രസ് വീഴണമെന്നതാണ് ചോദ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൃത്യമായി അവർ വീഴുന്നത് കണ്ടു, അവർ ബബ്ബ പാടിക്കുന്നത് കണ്ടു. ദാ വീണ്ടും അതിനുള്ള തുടക്കമാണോ സി ആർ നീലകണ്ഠൻ? അല്ല, കോൺഗ്രസ് വീഴണമെന്നുള്ളത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കേണ്ട, അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ല, അല്ലെങ്കിൽ ലീഗുകാർ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തമില്ല. ഞാനിവർ രണ്ടുപേരുടെയും വക്താവല്ല, പാർട്ടിയുടെ ആളുമല്ല. പക്ഷെ ഒരു കാര്യം, ജമാഅത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ശേഷമാണ്. 2011 വരെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. 2006 വരെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന ആളാണ് ഞാൻ. 2008 അവിടുന്ന് ഞാൻ വിട പറയുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഞാൻ പറയാം, 2006 വരെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ അമീർ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും, ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നവർ പ്രഖ്യാപിക്കും. അത് നിഷ്കളങ്കമാണ്, അവരൊരു മതസംഘടനയാണ്. ഇവിടെ പല സംഘടനകളും അങ്ങനെ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ പാലയിൽ ആര് സ്ഥാനാർത്ഥിയാക്കണം തീരുമാനിക്കുന്നത് പാലയിലെ ബിഷപ്പാണ്. എറണാകുളത്ത് ലാറ്റിൻ കാത്തലിക് അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ നിരവധി മണ്ഡലങ്ങളിൽ അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥി ഉണ്ടാവുക. AK ആന്റണി തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. അത് വളരെ പ്രത്യേകമായൊരു അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുണ്ടാവും. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ചോദ്യം പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിക്കുന്നത് വേറൊരു തരം പ്രത്യേക വോട്ട് കൊണ്ടാണ് നിലമ്പൂരിൽ ജയിച്ചിരുന്നത്. അതൊക്കെ നമുക്കറിയാം, അത് ഓരോരുത്തരും പ്രാദേശിക സാഹചര്യം. 2009 എറണാകുളം മണ്ഡലത്തിൽ എനിക്കത് നേരിട്ട് അനുഭവമുള്ളത്, കാശ്മീർ പറയാൻ 1 മിനിറ്റ് തന്നാൽ മതി. മൂലമ്പിള്ളിയിൽ കുടിയിറക്ക് കഴിഞ്ഞ് മൂലമ്പിള്ളിയിലെ സ്ഥാനാർത്ഥി നമ്മൾ നിർത്തി, സമരസമിതി. ആ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അന്ന് KV തോമസും സെബാസ്റ്റ്യൻ പോളുമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ മത്സരിക്കുന്നത്. അന്ന് ആ സ്ഥാനാർത്ഥി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണം എന്നാണ്. കാരണം ഈ അന്നത്തെ അവരുടെ സോളിഡാരിറ്റി എല്ലാ ജനകീയ സമരങ്ങളും വരും. ഞാൻ സോളിഡാരിറ്റിയുടെ വേദിയിൽ പോയിട്ടുണ്ട്. സോളിഡാരിറ്റി നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ ഒരു സമരവേദിയാണെങ്കിൽ അത് ആരുടെ കൂടെയും പോകും. കുമ്മനം രാജശേഖരൻ്റെ കൂടെ VS അച്യുതാനന്ദനും പിണറായി വിജയനും പോകാം. നമ്മുടെ ആറന്മുള സമരത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ടുള്ളതാണ്. അതിലും അപ്പോൾ ഒരു സമരവേദിയിൽ അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല എന്ന് ഇന്ന് ഞാൻ കരുതുന്നു. അവരുടെ ആശയങ്ങളുമായി 100% അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനൊരു ഭൗതികവാദിയാണ്, എനിക്ക് ഒരിക്കലും ഒരു ഇസ്ലാമിക വാദത്തോടൊന്നും യോജിപ്പില്ല. പക്ഷേ ആ സമരത്തിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും അന്ന് ഇവർ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് എറണാകുളത്ത്. അതുപോലെ തന്നെ കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട്, ഞാൻ ഈ 2 സമരം പറയുന്നത് ഞാനത് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്. കിനാലൂർ സമരവുമായി ബന്ധപ്പെട്ട് വലിയ മർദ്ദനം നടന്നു. അതിന് കാരണക്കാരൻ 2011 നമ്മുടെ എളമരം കരീമാണെന്ന് പറയുക. എളമരം കരീം ബേപ്പൂരിൽ മത്സരിച്ചപ്പോൾ എളമരം കരീമിന് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാം പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് കിനാലൂർ സമരസമിതി നിന്ന് സോളിഡാരിറ്റിയെ പുറത്താക്കി. കാരണം അവരുടെ സമരസമിതിയുടെ നിലപാടാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എല്ലാ കാലത്തും ഇവർ അവരുടെ നിലപാടെടുത്തിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് എടുക്കാം. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടിയാണ്. മറ്റേ ജമാഅത്തെ ഇസ്ലാമി രേഖകളിൽ പാർട്ടിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരൊരു മതസംഘടനയായിട്ടാണ്. അവർ ഇലക്ഷൻ പോലും ബഹിഷ്കരിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അത് കഴിഞ്ഞ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ ഷാഫിക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാം അവരുടെ ചരിത്രം. അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നു. അവർ നേരിട്ട് സ്ഥാനാർത്ഥിയാവുന്നില്ല, അവർ പിന്തുണയ്ക്കുന്നു. അതിലധിക ഭൂരിപക്ഷവും ഇടതുപക്ഷത്തെയാണ് പിന്താങ്ങിയിട്ടുള്ളത്. അതിൽ 2011 ശേഷമാണ് യഥാർത്ഥത്തിൽ, അതിനുശേഷം വെൽഫെയർ പാർട്ടി വരുന്നു. വെൽഫെയർ പാർട്ടി വരുന്നതോടുകൂടി നമുക്കറിയാം അവിയൽ മുന്നണികൾ ഉണ്ടാക്കുന്നു. ലീഗിനെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും അടക്കം മുന്നണിയെ ഉണ്ടാക്കി പല മണ്ഡലത്തിൽ മത്സരിച്ചതായിട്ട് എനിക്കറിയാം CPM. കാരണം മലപ്പുറം ജില്ലയിൽ ഷാഫിക്ക് എന്നേക്കാൾ അറിയാം ഏത് പഞ്ചായത്തുകളിലാണ് അവർ മത്സരിച്ചത്, അങ്ങനെ സീറ്റ് പിടിച്ചത്, കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊരു സ്വതന്ത്ര പാർട്ടിയാണ്. അവർക്ക് ആരുടെ കൂടെയും നിൽക്കാം, ആരുടെ പിന്തുണയും ആർക്കും പിന്തുണ കൊടുക്കാതിരിക്കാം. പ്രകാശ് മാഷ് പറഞ്ഞ പോലെ മുന്നണിയായി മത്സരിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നു കഴിയാം.
കാരണം എനിക്കറിയില്ല UDF നേതാക്കൾ ആരെങ്കിലും പോയി ജമാഅത്തെ ഇസ്ലാമിയോടോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോടോ ഞങ്ങൾക്ക് പിന്തുണ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇനി ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് RSS വേണ്ടെന്ന് പറയുന്നതിന് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ. ഇപ്പോൾ PDP INL പ്രകാശ് മാഷ മുന്നണിയിലുണ്ടല്ലോ. INL ഏത് കാരണം കൊണ്ടാണ് ലീഗിൽ നിന്ന് വിട്ടത്? ഏത് കാരണമാണ് അത് ഉണ്ടായത്? ഞാൻ പറഞ്ഞത് ഇപ്പോൾ PDP തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. PDP അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. PDP ഒരു വർഗീയ പാർട്ടിയാണെന്നൊന്നും ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ ആർക്കും മാർക്കിടാനും തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ? സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ചെയ്താൽ കോൺഗ്രസ് ലീഗോ അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ എന്തുവേണ്ടി പറഞ്ഞോട്ടെ. ഇപ്പോൾ നേരത്തെ ചോദിച്ച വളരെ സിമ്പിളായ ചോദ്യം ഉണ്ടല്ലോ, 4 ലക്ഷം വോട്ടിന് ജയിച്ച അല്ലെങ്കിൽ 18,000 വോട്ടിന് ജയിച്ച പാലക്കാട് എത്ര വോട്ടുണ്ടാവും ജമാഅത്തെ ഇസ്ലാമിക്ക്, എത്ര വോട്ടുണ്ടാവും SDP-ക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് എന്നുള്ളത് ഏതാൾക്കും മനസ്സിലാവും. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് ഒരു കൗൺസിലർ ഉണ്ട് പാലക്കാട് നഗരസഭയിൽ. അത്രയേ ഉള്ളൂ എൻ്റെ അറിവനുസരിച്ച്. അതുണ്ടാവും. ഒരു വാർഡിലൊക്കെ ഒരു കൗൺസിലറൊക്കെ ഉണ്ടാക്കാൻ ഈ പാർട്ടികൾക്കൊക്കെ പറ്റും. എന്നിട്ട് ഇത് പറയുന്നത് ഇപ്പോൾ പറയുന്നതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അവരുടെ CPM-ൻ്റെ വോട്ടിൽ കുത്തൊഴുക്കുണ്ടായി. പ്രത്യേകിച്ചും തെക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയും കോട്ടയത്തും ആറ്റിങ്ങലും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും അടക്കം കുത്തൊഴുക്കുണ്ടായി അവരുടെ വോട്ട് ബേസിൽ. കായംകുളത്തൊക്കെ 3-ാം സ്ഥാനത്തായി. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണോ? UDF-ലെ KC വേണുഗോപാൽ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനും 3-ാം സ്ഥാനത്ത് സ്വന്തം MLA ഉള്ള മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായി. CPM എത്ര സ്ഥലത്ത് 3-ാം സ്ഥാനത്തായി ആലോചിക്കുക. അതിന് കാരണം അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ ഷിഫ്റ്റാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നരേറ്റീവാണ്. അതുകൊണ്ടാണ് ഈ നരേറ്റീവിൽ ഒരിക്കലും പോയി കോൺഗ്രസ് ആരും വീഴരുത്. കാരണം കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഈ നരേറ്റീവ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗിനെ വർഗീയമല്ല എന്നാണ് കുറെ കാലം മുമ്പ് പറഞ്ഞത്. ഇപ്പം മുസ്ലിം ലീഗ് വർഗീയമായോ? ഞാൻ